കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടുപോയ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് UDF ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശപ്പോര് 2025 മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടുപോയ ചിറ്റാരിക്കാൽ, പിലിക്കോട്, ചെങ്കള ഡിവിഷനുകളിലടക്കം UDF മിന്നും വിജയം നേടുമെന്നും പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിജയം UDFിനുണ്ടാകുമെന്നും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടുപോയ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇക്കുറി UDF തിരിച്ചുപിടിക്കുമെന്നും UDF ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശപ്പോര് 2025 മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് നമുക്കറിയാം വളരെ ശക്തമായ രീതിയിൽ പ്രാവശ്യം തിളക്കമാർന്ന സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തി എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് ഇന്ന് ത്രിതല പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും വളരെ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരരംഗത്തിറക്കി കാസർഗോഡ് ജില്ല ഇപ്രാവശ്യം കഴിഞ്ഞ ചെറിയൊരു സീറ്റിന് ജില്ലാ പഞ്ചായത്ത് നഷ്ടം വന്നു. അത് ഞങ്ങൾ എന്തു വന്നാലും തിരിച്ചുപിടിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾ ശക്തമായ രീതിയിൽ തിരിച്ചുപിടിക്കും. അതുപോലെ ഗ്രാമപഞ്ചായത്തുകൾ കഴിഞ്ഞതിനേക്കാളേറെ ഇരട്ടി ഭൂരിപക്ഷത്തിന് ഈ ജില്ല UDFന് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇന്ന് ഈ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കുറി UDFിനുള്ളിൽ മുമ്പുള്ളതുപോലെ പടലപിണക്കങ്ങൾ കുറവായിരുന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണവും UDF ഇക്കുറി തിരിച്ചുപിടിക്കും. വാർഡ് വിഭജനത്തിലും വോട്ട് വെട്ടിക്കളയലിലുമടക്കം LDF രാഷ്ട്രീയം കലർത്തി UDF സ്വാധീനശേഷിയെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അതിനെതിരെ പ്രതിരോധിച്ചും ഇക്കുറി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശക്തമായ വിജയം നേടും. UDF ഭരണത്തിലിരുന്ന കാലത്താണ് ജില്ലയുടെ വികസനത്തിന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തത്. ഇതിൽ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കാസർഗോഡ് പാക്കേജ് അടക്കമുള്ളവ പെടും. എന്നാൽ LDF സർക്കാർ അതൊന്നും തുടർന്നില്ലെന്നും ഗോവിന്ദൻ നായർ ആരോപിച്ചു. അതുപോലെ തന്നെ വോട്ട് ചേർക്കുന്ന കാര്യത്തിൽ വളരെ വ്യക്തമായും വോട്ട് പല മേഖലകളിലും കള്ളുവോട്ടുകൾ ചേർത്തുകൊണ്ട് ഉള്ള നടപടിയുമായി മുന്നോട്ട് പോയി. അതുപോലെ വാർഡ് വിഭജനം വന്നപ്പോൾ എല്ലാ മേഖലകളിലും LDFന് അനുകൂലമായി പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് വാർഡ് വിഭജനം നടത്തി. അതുപോലെ ബൂത്ത് രൂപീകരിക്കുന്ന സമയത്ത് ഈ നിയമത്തിന്റെ മുന്നിൽ 1000 വോട്ടുള്ള ഒരു ബൂത്താക്കി മാറ്റണം എന്ന വ്യവസ്ഥ കാറ്റിൽ പറത്തി 1500 1600 വോട്ടുള്ള മേഖലകളിൽ ഒറ്റ ബൂത്ത് സൃഷ്ടിച്ചുകൊണ്ട് അത് വോട്ട് വൈകിപ്പിച്ച് UDFനെ തകർക്കാൻ LDFന് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തി. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് വളരെ ശക്തമായി കേരളത്തിലെ UDF പ്രവർത്തകർ ഇതിനെ നേരിട്ടു എന്നതാണ് വസ്തുത. കോൺഗ്രസിനകത്ത് നിന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ വെച്ചുപൊറുപ്പിക്കാനാവില്ല. പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് LDF ഭരണം ചുരുങ്ങിയതായും ഗോവിന്ദൻ നായർ ആരോപിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകൾക്കപ്പുറം പ്രാദേശികമായ കാര്യങ്ങൾ കൂടി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഗോവിന്ദൻ നായർ കൂട്ടിച്ചേർത്തു. മീറ്റ് ദി പ്രസിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ AM അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.